ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ചോദിക്കില്ല എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഇനി ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ല. അപ്പം നമുക്ക് എന്താണ് വൈറസ് എന്ന് നോക്കാം. വൈറസ് ശരീരത്തെ വൈറസ് ആക്രമിക്കുന്നത് പോലെയാണ് കമ്പ്യൂട്ടർ വൈറസുകൾ കമ്പ്യൂട്ടറിനെയും ആക്രമിക്കുന്നത്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീച്ച് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഇവിടെ വൈറസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 1970കളിൽ ഇറങ്ങിയ ക്രീപ്പർ ആണ് ലോകത്ത് ആദ്യം കണ്ടെത്തിയ കമ്പ്യൂട്ടർ വൈറസ്. അപ്പം ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആദ്യത്തെ വൈറസ് ഏതാണ് എന്നത്. ഇൻ്റർനെറ്റിലൂടെയും USB ഡിസ്കുകളിലൂടെയുമാണ് ഇവയുടെ വ്യാപനം. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ഇവയുടെ വ്യാപനം എങ്ങനെയാണ് എന്ന് ചോദിക്കാം. കമ്പ്യൂട്ടറിൽ കയറിപ്പറ്റി അതിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനും പ്രവർത്തനം താറുമാറാക്കാനും അതേ നെറ്റ്വർക്കിലുള്ള മറ്റു കമ്പ്യൂട്ടറുകളിലേക്ക് സഞ്ചരിക്കാനുമൊക്കെ ഇവയ്ക്ക് സാധിക്കും. ശരീരത്തെ വൈറസിൽ നിന്ന് രക്ഷിക്കാൻ പ്രതിരോധ മരുന്ന് കഴിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിനെ രക്ഷിക്കാൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു മാർഗം. അപ്പോൾ വൈറസ് മാത്രമല്ല, നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടി പരിചയപ്പെടുത്താം. ആൻഡ്രീസൺ ഇൻ്റർനെറ്റിലൂടെ ശബ്ദവും ചിത്രവുമെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഗ്രാഫിക്കൽ ബ്രൗസറിൻ്റെ സൃഷ്ടാവാണ് മാർക്ക് ആൻഡ്രീസൺ. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന ബ്രൗസർ അദ്ദേഹമാണ് വികസിപ്പിച്ചത്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ബ്രൗസർ നിർമ്മിച്ചതാര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻഡ്രീസൺ എന്ന് ആർക്കും തെറ്റാൻ പാടില്ല. ഓക്കെ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന ബ്രൗസർ അദ്ദേഹമാണ് വികസിപ്പിച്ചത്. അതേപോലെ 1971 US അയോവയിലാണ് ആൻഡ്രീസൺ ജനിച്ചത്. അടുത്തത് ഷോൾസും കോർട്ടിയും. അമേരിക്കക്കാരനായ ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ് ഇന്ന് പ്രചാരത്തിലുള്ള ക്വാർട്ടി കീബോർഡിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, ക്വാർട്ടി കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഷോൾസ് കോർട്ടി എന്ന്, അത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ക്വാർട്ടി എന്നുള്ള ഒരു ഇത് വന്നേക്കുന്നത്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ് ഏതാണെന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വാർട്ടി കീബോർഡ്. ആദ്യ ടൈപ്പ് റൈറ്ററിൻ്റെ രൂപകൽപ്പനയിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹത്തിന് പങ്കുണ്ട്. ആർക്ക്? ഷോൾസ് കോർട്ടി. അപ്പം ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സ്കിപ്പ് ചെയ്യേണ്ട, ഓരോ വീഡിയോസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് ടൈപ്പിസ്റ്റിൻ്റെ എക്സാമിന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ഓരോ വീഡിയോസിലും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം ഒരു മാർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മാക്സിമം ഒരു മാർക്ക് കളയാണ്ട് ഒരു പ്രാവശ്യം കേട്ടാലും മതി. വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാകും. കുറേ പേര് പഠിച്ചവരായിരിക്കും, പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. പഠിക്കാത്തവർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ 1-2 തവണ കേട്ടാൽ മതി, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം സമയം കളയാതെ ചെറിയ വീഡിയോ ഇടുന്നത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പെട്ടെന്ന് പഠിച്ചെടുക്കുക. താങ്ക് യു.